ഹായ് ഹലോ ഗുഡ് വൈ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടതുപോലെ ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ 250 ഗ്രാം ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ ചെറിയ ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ വിനീഗർ, ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ മസാല എല്ലാം ചെമ്മീനിൽ പിടിക്കാനായിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ടെടുത്താലും മതി. ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്യാം. ഫ്രൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യരുത്. നമുക്ക് വൺ സൈഡ് 3 മിനിറ്റ് മാത്രം കുക്കായാൽ മതി. തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് കട്ടിയാവും, റബ്ബർ പോലെ ആകും ചെമ്മീൻ ഒത്തിരി ഫ്രൈ ആയി പോയാൽ. ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മളത് ചെയ്യാൻ. ശേഷം കുറച്ച് സാധനങ്ങൾ കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിനായിട്ട് കുറച്ച് സവാള അരിഞ്ഞത്, ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ഉള്ളി ചതച്ചത്, കറിവേപ്പില, ഒപ്പം ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ എടുത്ത് വെക്കുക. ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന അരിഞ്ഞ സവാള ചേർക്കാം. സവാള നന്നായി അതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമുക്ക് ചതച്ച മുളക് നമ്മുടെ പക്കലുണ്ടെങ്കിൽ അത് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് ഇനി നേരത്തെ എടുത്ത് വെച്ച ചതച്ച കൊച്ചുള്ളിയും കൂടെ നമുക്ക് ചേർക്കാം. തക്കാളി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറാനായിട്ട് അതിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ചെമ്മീൻ അതിലേക്ക് ഇടുക. അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി ആ മസാല ചെമ്മീനിലെല്ലാം പിടിക്കുന്ന രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിക്കുക. ഇതെല്ലാം കുറഞ്ഞ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കുറഞ്ഞ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വേവിച്ചതിന് ശേഷം നമ്മളിങ്ങനെ മൂടി തുറക്കുമ്പോൾ ആ എണ്ണയൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ടാകും. അപ്പം അത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം ചിലപ്പോൾ ചില ചെമ്മീനിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങുന്നതായിരിക്കും. അപ്പം നമ്മളൊന്ന് തുറന്ന് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്നും കൂടെ ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുറഞ്ഞ ഫ്ലെയിമിൽ ഇളക്കുക. ഇപ്പോൾ അങ്ങനെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. വളരെ ടേസ്റ്റാണ്. കൊച്ചുള്ളിയൊക്കെയുടെ ആ ഒരു നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ട്. അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ഗുഡ് ബൈ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.